പ്രിയമുള്ളവരെ, നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ഭാരതം എന്നത് കേവലം ഒരു ഭൂപടമല്ല, മറിച്ച് പലവിധ സംസ്കാരങ്ങളും ഭാഷകളും മതങ്ങളും ആചാരങ്ങളും പരസ്പരം കോർത്തിണക്കിയ ഒരു വലിയ വിസ്മയമാണ്. വൈവിധ്യത്തിൽ ഏകത്വം എന്ന ആപ്തവാക്യം ലോകത്തിന് മുന്നിൽ യാഥാർത്ഥ്യമാക്കിയ രാജ്യം. നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ഈ ബഹുസ്വരതയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. വ്യത്യസ്തമായ ചിന്തകളെയും ജീവിത രീതികളെയും ഉൾക്കൊള്ളാനും ആദരിക്കാനുമുള്ള ഭാരതത്തിന്റെ കഴിവാണ് ഈ നാടിനെ സജീവമായി നിലനിർത്തുന്നത്. ഈ ബഹുസ്വരതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും ഏറ്റവും മനോഹരമായ മാതൃകയായി എപ്പോഴും ഉയർത്തിക്കാട്ടാറുള്ളത് കേരളത്തെയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടും കേരളം എന്നും വിഭിന്ന സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ്. ഭാരതീയ ബഹുസ്വരതയുടെ അടിസ്ഥാനം അതിന്റെ സഹിഷ്ണുതയാണ്. ചരിത്രാതീത കാലം മുതൽക്കേ ഇങ്ങോട്ട് വന്ന വിദേശികളായ വ്യാപാരികളെയും അഭയാർത്ഥികളെയും ഇരു കൈയും നീട്ടിയാണ് ഈ മണ്ണ് സ്വീകരിച്ചിട്ടുള്ളത്. ഭരണഘടന ശില്പികൾ വിഭാവനം ചെയ്ത സെക്കുലറിസം അഥവാ മതേതരത്വം എന്നത് കേവലം മതമില്ലായ്മയല്ല, മറിച്ച് എല്ലാ മതങ്ങളെയും ഒരേപോലെ ആദരിക്കുക, സർവധർമ്മ സമഭാവന എന്നതായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിലുണ്ടെങ്കിലും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങൾ ഒരൊറ്റ വികാരത്തോടെ ജീവിക്കുന്നത് ഈ ബഹുസ്വരതയുടെ അടിത്തറയിലാണ്. ഈ ദേശീയ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ കേരളം ഒരു പടി കൂടി മുന്നിലാണ്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇവിടെ വിദ്വേഷത്തെക്കാൾ കൂടുതൽ സംവാദങ്ങൾക്കും സഹിഷ്ണുതയ്ക്കുമാണ് പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത് എന്നാണ്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ മുസ്ലിം ദേവാലയത്തിന് സ്ഥലം അനുവദിച്ചതും കായംകുളത്തും കോട്ടയത്തും ക്രിസ്ത്യൻ പള്ളികൾക്ക് ഹിന്ദു രാജാക്കന്മാർ സഹായം നൽകിയതും ചരിത്രത്തിന്റെ ഭാഗങ്ങളാണ്. കൊച്ചിയിലെ ജൂതപ്പള്ളിയും ജൈന ബുദ്ധ മതങ്ങളുടെ ശേഷിപ്പുകളും കേരളത്തിന്റെ തുറന്ന മനസ്സിന്റെ തെളിവുകളാണ്. കേരളത്തിലെ ജനജീവിതത്തെയും ഉത്സവങ്ങളെയും നിരീക്ഷിച്ചാൽ ഈ ബഹുസ്വരത അത്രമേൽ ആഴത്തിൽ വേരൂന്നിയതാണെന്ന് കാണാം. മലയാളിയുടെ ദേശീയോത്സവമായ ഓണം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജാതി മത ഭേദമന്യേ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർ വാവരസ്വാമിയുടെ മസ്ജിദിൽ പോയി തൊഴുതു വണങ്ങുന്ന ആചാരം ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണാൻ കഴിയുമോ എന്നത് സംശയമാണ്. അർത്ഥപൂർണമായ ഈ സഹവർത്തിത്വമാണ് കേരള മോഡൽ ബഹുസ്വരത. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവ വചനം കേരള മനസാക്ഷിയെ സ്വാധീനിച്ചു. വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ മനുഷ്യരെ കൂടുതൽ ചിന്താശേഷിയുള്ളവരാക്കി മാറ്റി. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലും രാജ്യം മുഴുവൻ പലതരത്തിലുള്ള ചേരിതിരിവുകൾ നേരിടുമ്പോഴും കേരളം ഒരു ശാന്തതീരമായി തുടരുന്നു. ഭാരതമെന്ന മഹാരാജ്യത്തിന്റെ ശക്തി അതിന്റെ വൈവിധ്യത്തിലാണ്. ആ വൈവിധ്യത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് രാജ്യത്തിന് തന്നെ വഴികാട്ടിയായി നിൽക്കാൻ കേരളത്തിന് സാധിക്കുന്നു എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതെ, എല്ലാത്തരം വേർതിരിവുകളെയും മറികടന്ന് മനുഷ്യത്വത്തിന് മുൻഗണന നൽകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ബഹുസ്വരത സാർത്ഥകമാകുന്നത്. കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഈ സാഹോദര്യം രാജ്യമാകെ പടരട്ടെ എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എൻ്റെ എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം നേരുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.